ഈ വിമാനം കൊള്ളില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് എന്ത് മാർക്കറ്റ് കൂടും. അങ്ങനെ മാർക്കറ്റ് കൂടുമെന്ന് കാത്തിരുന്ന രാജ്യങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ റഫേൽ പറന്നുയർന്ന് പാകിസ്ഥാൻ്റെ എല്ലാ വ്യോമത്താവളങ്ങളും അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് റഫേൽ തിരിച്ചു വന്നു. ആദ്യം നമ്മൾ ഡമ്മി വിമാനമാണ് അയച്ചത്. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയാണ്. ഈ ഡമ്മി വിമാനം അയച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ബാറ്റിലായിരുന്നു എന്നാണ് പല രാജ്യങ്ങളും പറയുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് പല ആൾക്കാർ വരുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ ഡമ്മി അയച്ചപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു അടാ വരുന്നടാ റഫേൽ അടിയടാ എന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ച് നേരെ ആ ഡമ്മി തകർക്കാനായിട്ട് പോയി. ഈ ഡമ്മി എന്ത് ചെയ്തു? ഈ കൃത്യമായിട്ട് ഈ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ ഡിറ്റക്ട് ചെയ്തു. പറയാൻ നമ്മൾ റഫേൽ അയച്ചു മൊത്തം തകർത്ത് താഴെ ഇട്ടു. ഇനി അടുത്ത തവണ നമ്മൾ റഫേൽ അയക്കും, ആദ്യം തന്നെ ഡമ്മി അയക്കില്ല. അപ്പോൾ പറയും ഡമ്മിയാണ്, നമുക്ക് മിണ്ടാതിരിക്കാന്ന് പറയും. അടിച്ചണ്ണാക്കി ഇട്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ റഫേൽ എന്ന് പറയുന്ന ആ വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ തകർക്കേണ്ടതിൻ്റെ ആവശ്യം പല ലോക രാജ്യങ്ങൾക്കുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ റഫേൽ തകർത്തു. എന്നിട്ട് പിന്നെ പാകിസ്ഥാൻ പറയുകയാണ് ഖത്തർ നമുക്കിതിന് പരിശീലനം തന്നു എന്ന്. ഖത്തർ പരിശീലനം കൊടുത്തു. അപ്പോൾ ഖത്തർ പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ പരിശീലനമൊന്നുമല്ല, ഒരു സംയുക്ത സൈനികാഭ്യാസം, പരിശീലനമൊന്നും ഈ വട്ടവളയിൽ നമ്മൾ കൊടുക്കൂല എന്ന് ഖത്തർ കൃത്യമായിട്ട് ഇന്ത്യയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.